ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസിൽ 2 കൊറിന്തോസ് 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ് 2004 പരീക്ഷയ്ക്കായി ഉള്ളത്. അതിൽ 7ഉം 8ഉം അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: നിങ്ങളുടെ ഡേഷിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. എവിടെ? ഹൃദയത്തിൽ. എനിക്ക് നിങ്ങളിൽ ഡേഷ് ഉണ്ട്. ഉത്തമ വിശ്വാസം എന്നാണ് ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം: നിങ്ങളെക്കുറിച്ച് വലിയ ഡേഷ് ഉണ്ട്. ഉത്തരം അഭിമാനം. നാലാമത്തെ ചോദ്യം: ഒന്നിച്ച് ഡേഷിനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്നാമത്തെ മരിക്കാനും രണ്ടാമത്തത് ജീവിക്കാനും. ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അഞ്ചാമത്തെ ചോദ്യം: ഞങ്ങൾ എവിടെ ചെന്നപ്പോഴാണ് ഒരു വിശ്രമവുമില്ലായിരുന്നു എന്ന് പറയുന്നത്? ഉത്തരം മക്കദോനിയായിൽ എന്നതാണ്. ആറാമത്തെ ചോദ്യം: ഡേഷ് സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. ഉത്തരം ക്ലേശങ്ങൾ എന്നാണ്. ഏഴാമത്തെ ചോദ്യം: ആരുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആശ്വാസം നൽകിയെന്ന് പറയുന്നത്? തീത്തോസ് എന്നതാണ് ശരി ഉത്തരം. ചോദ്യം 8: ദൈവഹിതപ്രകാരമുള്ള ഡേഷ് രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. ദുഃഖം എന്നതാണ് ശരിയായ ഉത്തരം. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. ഒൻപതാമത്തെ ചോദ്യം അത് തന്നെയാണ്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ ഡേഷ് ജനിപ്പിക്കുന്നു. പശ്ചാത്താപം എന്നതാണ് ഉത്തരം. 10: ലൗകികമായ ദുഃഖം ഡേഷിലേക്ക് നയിക്കുന്നു. ലൗകികമായ ദുഃഖം മരണത്തിലേക്കാണ് നയിക്കുന്നത്. മരണമാണ് ഉത്തരം. 11: ലൗകികമായ ഡേഷ് മരണത്തിലേക്ക് നയിക്കുന്നു. ദുഃഖം എന്നതാണ് ഉത്തരം. 12ാമത്തെ ചോദ്യം: 2 കൊറിന്തോസ് 7-ാം അധ്യായം 10-ാം വാക്യപ്രകാരം എന്തിൻ്റെയെല്ലാം അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കാമെന്നാണ് പറയുന്നത്? ഉത്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എന്നതാണ്. 13ാമത്തെ ചോദ്യം: 2 കൊറിന്തോസ് 7-ാം അധ്യായം 14 മുതൽ 16 വരെ പ്രതിപാദിക്കുന്ന വ്യക്തി ആരാണ്? തീത്തോസ് എന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യം 14: 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എവിടെ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം മക്കദോനിയ. 15ാമത്തെ ചോദ്യം: ക്ലേശങ്ങളുടെ തീവ്രമായ ഡേഷിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പന്നതയായി കരകവിഞ്ഞൊഴുകി. ഉത്തരം പരീക്ഷ. തീവ്രമായ പരീക്ഷയിൽ എന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യം 16: അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ഡേഷ് ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. ഉത്തരം ദാനം. 17: ഡേഷിനെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗവാക്കുകളാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അഭിലഷിച്ചു. ഉത്തരം വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിന് ഉള്ള ഭാഗ്യത്തിൽ എന്നതാണ് ഉത്തരം. 18: വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഡേഷിൽ തങ്ങളെ കൂടി ഭാഗവാക്കാക്കണമെന്ന് അവർ താങ്കളോട് തീവ്രമായി അഭിലഷിച്ചു. ഉത്തരം ഭാഗ്യത്തിൽ. 19: നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചു. ആരോട്? തീത്തോസിനോട് എന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യം 20: തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള ഡേഷ് പൂർത്തിയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു. അതിൻ്റെ ഉത്തരം കാരുണ്യ പ്രവർത്തനം എന്നതാണ്. 21: നിങ്ങൾ എന്തിലെല്ലാം ഉറച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനത്തിലും മികച്ചു നിൽക്കുവിൻ. ഉത്തരം
വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും എന്നതാണ്. 22. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഡേഷ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഉത്തരം കൃപ എന്നതാണ്. 23. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി ആര്? യേശു ക്രിസ്തു എന്നതാണ് ഉത്തരം. 24. അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായത് എന്തിനാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി. 25. ഒരുവൻ്റെ കഴിവിനനുസരിച്ചുള്ള ഡേഷ് ദൈവം സ്വീകരിക്കും. ഉത്തരം ദാനം. 26. നിങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യം ആരുടെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം തീത്തോസ്. 27. അവൻ നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ്. ആര്? തീത്തോസ് എന്ന് തന്നെയാണ് ഉത്തരം. 28. ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ സഭകളുടെ അപ്പസ്തോലന്മാരും ഡേഷിൻ്റെ മഹത്വവുമാണ്. ആരുടെ? ക്രിസ്തുവിൻ്റെ എന്നതാണ് ശരിയായ ഉത്തരം.